അപ്പോൾ തുടങ്ങാം. തുടക്കം മുതൽ അവസാനം വരെയുള്ള എല്ലാ പേജും ചരമക്കോളം വരെ അരിച്ചു പറക്കി. എവിടെയും ന്യൂസും ഇല്ല, ഫോട്ടോയും ഇല്ല. ഞങ്ങളുടെ എല്ലാവരുടെയും സ്വഭാവത്തിൻ്റെ മേന്മ കൊണ്ടാണോ എന്നറിയാൻ മേല എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ തന്നെ ക്ലബ്ബ് പൂട്ടിപ്പോയി. പുൽത്തൊഴുത്തിൽ ഉണ്ണീശോ കിടക്കുന്ന പോലെ ഞാൻ ഇങ്ങനെ കിടക്കുന്നു. 6 വയസ്സുള്ള സ്കൂട്ടർ ഓടിക്കാൻ അറിയാൻ മേലത്തെ ഞാൻ സ്കൂട്ടറിൻ്റെ പുറകിലിരിക്കുമ്പോഴാണ് ഈ സ്കൂട്ടർ ഓടിക്കുന്നവൻ ഇതിൻ്റെ അകത്ത് എഴുന്നേറ്റ് ചാടി ഓടിയത്. അവധി കഴിഞ്ഞ് സ്കൂളിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോയിട്ട് എല്ലാവരെയും കാണിക്കാമായിരുന്നു. ദേ എൻ്റെ പേരും അതുപോലെ തന്നെ ഫോട്ടോയും ഒക്കെ പത്രത്തിൽ വന്നടാ എന്ന് പറഞ്ഞ് കാണിക്കാമായിരുന്നു. അപ്പോൾ തുടങ്ങാം. എൻ്റെ ഈ ചെറുപ്പത്തിലെ ഓണക്കാല ഓർമ്മകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഓണ ദിവസങ്ങളിൽ തൊട്ടടുത്ത ക്ലബ്ബുകളിലൊക്കെ ഓണപരിപാടികളൊക്കെ ഉണ്ടാകും, കോമ്പറ്റീഷൻസ് ഒക്കെ ഉണ്ടാകും. അതിനൊക്കെ പോകുന്നതാണ് ഏറ്റവും വലിയ ഓർമ്മകളിലൊന്ന്. അങ്ങനെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ഓണക്കാലം ഉണ്ടായിരുന്നു. ഞാൻ ഇതുപോലെ വീട്ടിൽ നിന്ന് നമ്മുടെ റോക്കി ബായ് ഈ ലോകത്തുള്ള എല്ലാ സ്വർണ്ണവും അമ്മയ്ക്ക് കൊണ്ട് തരാമെന്ന് പറയുന്ന പോലെ ക്ലബ്ബിലെ മത്സരങ്ങളുടെ എല്ലാ പ്രൈസുകളും ഞാൻ വീട്ടിൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയൊരു ഓണക്കാലം ഉണ്ടായിരുന്നു. അന്ന് ഞാൻ തീരെ ചെറിയ പയ്യനാണ്. എനിക്കൊരു 5-6 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. അങ്ങനെ തിരുവോണ ദിവസം രാവിലെ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം നേരെ ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ക്ലബ്ബിലേക്ക് പോവുകയാണ്. അവിടുത്തെ മത്സരങ്ങളെല്ലാം പങ്കെടുത്ത് വിജയിയാകാൻ വേണ്ടി പോവുകയാണ്. യുവദീപ്തി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എന്നായിരുന്നു ഞങ്ങളുടെ ക്ലബ്ബിൻ്റെ പേര്. ഞങ്ങളുടെ എല്ലാവരുടെയും സ്വഭാവത്തിൻ്റെ മേന്മ കൊണ്ടാണോ എന്നറിയാൻ മേല എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ തന്നെ ക്ലബ്ബ് പൂട്ടിപ്പോയി. എനിവേസ് ആ ഓണക്കാലത്ത് ഞാൻ അവിടെ ഓണപരിപാടിക്കായിട്ട് ചെല്ലുന്നു. രാവിലെ മുതൽ പരിപാടികളിലെല്ലാം പങ്കെടുക്കുന്നു, പായസം കുടിക്കുന്നു, ഉച്ചയ്ക്ക് പോയി ഉണ്ണുന്നു. അങ്ങനെ പരിപാടി ഇങ്ങനെ അടിപൊളിയായിട്ട് ഇങ്ങനെ നടക്കുന്ന സമയത്ത് പെട്ടെന്ന് അവിടേക്ക് ഒരാൾ വന്നു. ഈ ആൾ വരുന്ന ഒരു പഴയ ലാംബ്രട്ട സ്കൂട്ടറിലാണ്. പുള്ളി കൊണ്ടുവരുന്നു, സ്കൂട്ടർ കൊണ്ടുവന്നിട്ട് അവിടെ വെക്കുന്നു. പുള്ളി അതിന് ശേഷം എഴുന്നേറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി. അപ്പം തന്നെ പിള്ളേരെല്ലാം കൂടെ വന്നിട്ട് ഈ സ്കൂട്ടറെ അങ്ങ് കയറി പിടിച്ചു. ഈ സ്കൂട്ടർ ആകുമ്പോൾ അറിയാമല്ലോ, ഫ്രണ്ടിൽ ഇടയുള്ളതുകൊണ്ട് അതിനകത്ത് കയറി ഇങ്ങനെ ഇരിക്കാം. അതിനകത്ത് കയറിയിരിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് തിരിക്കുന്നു, എന്നൊക്കെ വയ്ക്കുന്നു. ഭയങ്കര വണ്ടി ഓടിയിരിക്കും. ഇങ്ങനെ വണ്ടി ഓടിച്ച് എല്ലാ പിള്ളേരും കളിച്ച് മടുത്ത് എല്ലാവരും വണ്ടി ഉപേക്ഷിച്ച് സൈഡിലേക്ക് മാറി നിന്ന സമയത്ത് ഞങ്ങളെയൊക്കെ കുറച്ചും കൂടെ പ്രായമുള്ള ഒരു ആൾ പുള്ളി പതുക്കെ വന്നിട്ട് ഈ സ്കൂട്ടറിലേക്ക് അങ്ങോട്ട് കയറി. സ്കൂട്ടർ കയറി എന്ന് 2 തിരിയൊക്കെ തിരിച്ചതിന് ശേഷം പുള്ളി ഒറ്റയടിക്ക് സ്കൂട്ടർ അങ്ങോട്ട് സ്റ്റാർട്ടാക്കി. അപ്പോൾ സ്റ്റാർട്ടാക്കിയ സമയത്ത് തന്നെ എല്ലാവരും പുള്ളി ഇങ്ങനെ പതുക്കെ നോക്കാൻ തുടങ്ങി. ഇവന് സ്കൂട്ടറൊക്കെ ഓടിക്കാൻ അറിയാമോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കാൻ തുടങ്ങി. അപ്പോൾ പുള്ളി അതിൻ്റെ ഒരു സന്തോഷത്തിൽ പിന്നെയും 3-4 പ്രാവശ്യം ഇങ്ങനെ പിടിച്ച് തിരിക്കുകയൊക്കെ ചെയ്ത് ഇങ്ങനെ ആൾക്കാരെല്ലാം നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ കൂട്ടത്തിൽ നിന്ന് എനിക്ക് പെട്ടെന്നൊരു ബുദ്ധി ഉദിച്ചു. ഏതായാലും സ്കൂട്ടർ ഓടിക്കാൻ എനിക്കറിയത്തില്ല, ഓടുന്ന സ്കൂട്ടറിൻ്റെ പുറകിൽ കയറിയിരുന്നെങ്കിലും ആശ തീർക്കാമല്ലോ എന്ന് വിചാരിച്ച് ഈ സ്റ്റാർട്ടായ സ്കൂട്ടറിൻ്റെ നേരെ പുറകിലത്തെ സീറ്റിലേക്ക് ഞാൻ ചാടി കയറി അങ്ങോട്ട് അള്ളിപ്പിടിച്ച് അങ്ങോട്ട് ഇരുന്നു. പക്ഷേ സത്യം പറഞ്ഞാൽ ഈ സ്റ്റാർട്ടാക്കിയ പുള്ളിക്ക് അടിച്ച് സ്റ്റാർട്ടാക്കാൻ മാത്രമേ അറിയത്തുള്ളൂ, വണ്ടി ഓടിക്കാൻ അറിയത്തില്ല. പക്ഷേ എല്ലാവരും പുള്ളിയെ നോക്കി ഇവന് സ്കൂട്ടർ ഓടിക്കാൻ അറിയാമോ എന്നുള്ള രീതിയിൽ പുള്ളിയെ നോക്കുന്ന കണ്ടപ്പോഴത്തേക്കും പുള്ളിക്ക് സ്കൂട്ടർ ഓടിച്ച് കാണിക്കുക എന്നുള്ള പുള്ളിക്ക് ഒരു ബാധ്യതയായിട്ട് മാറി. അപ്പോൾ പുള്ളി എവിടെ നിന്നൊക്കെയോ കേട്ടിട്ടുള്ളതും മറിഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം വെച്ചിട്ട് പുള്ളി സ്കൂട്ടർ ഓടിക്കാൻ വേണ്ടി തീരുമാനിച്ചു. നേരെ ക്ലച്ചിൽ പിടിച്ച് ഫസ്റ്റിലിട്ട് പുള്ളി പാതിക്ക് ഒരൊറ്റ വിടലങ്ങ് വിട്ടു. എന്നാൽ സ്കൂട്ടർ ഒന്ന് മുമ്പിലേക്ക് അനങ്ങിയപ്പോഴാണ് പുള്ളിക്ക് ശരിയായിട്ടുള്ള അബദ്ധം മനസ്സിലായത്. ഓടിക്കാൻ പുള്ളിക്ക് അറിയത്തില്ലല്ലോ. പുള്ളി നിന്ന നിപ്പിൽ സ്കൂട്ടർ ഇട്ട് സ്കൂട്ടറിൽ നിന്ന് എടുത്ത് ഒരൊറ്റ ചാട്ടം അങ്ങ് ചാടി. എൻ്റെ അവസ്ഥ നിങ്ങൾ ആലോചിക്കണം. 6 വയസ്സുള്ള സ്കൂട്ടർ ഓടിക്കാൻ അറിയാൻ മേലത്തെ ഞാൻ സ്കൂട്ടറിൻ്റെ പുറകിലിരിക്കുമ്പോഴാണ് ഈ സ്കൂട്ടർ ഓടിക്കുന്നവൻ ഇതിൻ്റെ അകത്ത് എഴുന്നേറ്റ് ചാടി ഓടിയത്. തൊട്ടടുത്ത സെക്കൻഡിൽ തന്നെ സ്കൂട്ടർ മറിയുന്നു, ഞാൻ വീഴുന്നു, മുട്ടുപൊട്ടുന്നു. സ്കൂട്ടർ എൻ്റെ ചുറ്റും ഒരൊറ്റ കറക്കം കറങ്ങിയിട്ട് ഓഫാകുന്നു. ഉടനെ തന്നെ ആൾക്കാരെല്ലാം ഓടി വരുന്നു, സ്കൂട്ടർ എടുത്ത് മാറ്റുന്നു, എന്നെ പൊക്കിയെടുത്ത് നേരെ കൊണ്ടുപോയി തൊട്ടടുത്ത വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. ആ വീടിൻ്റെ സിറ്റൗട്ടിൽ കൊണ്ടുപോയിട്ട് എന്നെ കിടത്തിയിട്ട് ആരൊക്കെയോ എൻ്റെ കാലിലെ മുറിവൊക്കെ ക്ലീൻ ചെയ്യുന്നു, എന്തൊക്കെയോ മരുന്നൊക്കെ വെക്കുന്നു, കെട്ടുന്നു. ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ലൈവായിട്ടൊരു ആക്സിഡൻറ്റ് കണ്ടതാണല്ലോ എന്ന് വിചാരിച്ച് എന്നെ കിടത്തിയിരിക്കുന്നതിൻ്റെ ചുറ്റും വന്ന് വട്ടം കൂടി എന്നിങ്ങനെ എത്തി നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. അപ്പോഴത്തേക്കും സമയം ഏകദേശം വൈകുന്നേരമായി. ക്ലബ്ബിലെ എല്ലാ പ്രൈസുകളും അമ്മയ്ക്കായി നേടിക്കൊണ്ട് വരുമെന്നും പറഞ്ഞ് ഞാൻ പോകുന്നതാണല്ലോ. അപ്പോൾ എനിക്ക് പ്രൈസ് കിട്ടുന്നത് കാണാൻ വേണ്ടി പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ്റെ സമയമായി എന്നുള്ള ഏകദേശ കാൽക്കുലേഷനിൽ എൻ്റെ അമ്മ ഇങ്ങനെ പതുക്കെ നടന്നു വരികയാണ്. അപ്പോൾ പുള്ളിക്കാരുടെ കൂടെ ചേച്ചി എല്ലാമായിട്ട് ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് നോക്കുമ്പോൾ അവിടെ ഒരു ആൾക്കൂട്ടം മാത്രമല്ല, ആരൊക്കെയോ എന്തോ തുണിയും മണിയൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയും വരികയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർ നടന്നു വരുന്ന വഴിക്ക് തന്നെ ഇവർ പരസ്പരം പറഞ്ഞ് തീരുമാനിച്ചു അവിടെ ആരെയോ വല്ലോ ഫാൻസി ഡ്രസ്സിന് വല്ലോ ഒരുക്കുകയായിരിക്കും, അത് കാണാൻ ആൾക്കാർ ഇങ്ങനെ വട്ടം കൂടി നിൽക്കുന്നതെന്ന് പരസ്പരം പറയുന്നു. എന്നിട്ട് ഇവർ പതുക്കെ ഇങ്ങനെ വരുന്നു. എന്നിട്ട് എൻ്റെ അമ്മ ഇങ്ങനെ അവിടെ വട്ടം കൂടി നിൽക്കുന്ന ഓരോരുത്തരെയായിട്ട് തള്ളി മാറ്റി, ഒന്ന് മാറണേ ഒന്ന് കണ്ടോട്ടെ എന്ന് പറഞ്ഞിങ്ങനെ പതുക്കെ തള്ളി മാറ്റി വരുമ്പോഴത്തേക്കും ആൾക്കാർ വട്ടം കൂടി നിൽക്കുന്നതിൻ്റെ നടുക്ക് പുൽത്തൊഴുത്തിൽ ഉണ്ണീശോ കിടക്കുന്ന പോലെ ഞാൻ ഇങ്ങനെ കിടക്കുന്നു. ഫാൻസി ഡ്രസ്സ് കാണാൻ വന്ന പുള്ളിക്കാരി ഓടി വന്നിട്ട് അയ്യോ എന്ന് പറഞ്ഞ് എന്നെ പൊക്കിയെടുക്കാൻ നോക്കുന്നു. അപ്പോഴത്തേക്കും എല്ലാവരും പറയുന്നു കുഴപ്പമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് മുട്ട് പൊട്ടിയതേ ഉള്ളൂ എന്നൊക്കെ പറയുന്നു. ഞാൻ വലിയ അനക്കമൊന്നുമില്ലാതെ പുള്ളിക്കാരിയെ നോക്കുകയാണ്. കാര്യം എന്ത് പറയണമെന്നറിയാൻ മേല. ഈ നിലത്ത് വീണതും മുട്ട് പൊട്ടിയതൊക്കെ സഹിക്കാം, നീ എന്തിനാവശ്യമില്ലാത്ത പണിക്ക് പോയി എന്ന് ചോദിച്ച് വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും എനിക്ക് ഇതിൻ്റെ പേരിൽ അടി കിട്ടും. അതാണ് എൻ്റെ മനസ്സിൽ അപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും എഴുന്നേറ്റ് നടക്കാൻ പറ്റി. പതുക്കെ എന്തോ 1-2 സമ്മാനമൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം മേടിച്ച് അമ്മ എന്നെയും കൊണ്ട് പതുക്കെ വീട്ടിലേക്ക് പോകുന്നു. സമാധാനപരമായിട്ട് ആ ദിവസം കഴിയുന്നു. ഇതിവിടം കൊണ്ട് തീർന്നാലും മതിയായിരുന്നു, പക്ഷേ തീർന്നില്ല. പിറ്റേ ദിവസം രാവിലെ ഞാൻ എഴുന്നേറ്റ് വീടിൻ്റെ സിറ്റൗട്ടിൽ വന്നിങ്ങനെ ആകാശത്തേക്ക് നോക്കി ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണ്. കാരണം അവധിക്കാലമാണ്, പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. മുട്ട് പൊട്ടിയിരിക്കുന്ന അവസ്ഥയായതുകൊണ്ട് വീടിന് വെളിയിൽ
ഇറങ്ങാൻ അനുവാദവും. അങ്ങനെ ഞാൻ ഇരിക്കുന്ന സമയത്ത് തൊട്ടടുത്ത വീട്ടിലെ ചേട്ടൻ ആ വീടിൻ്റെ വാതിക്കെ കുണിങ്ങാൻ നടന്നു പോവുകയാണ്. ഉടനെ പുള്ളി എൻ്റെ അപ്പൻ്റെ അടുത്ത് പതുക്കെ പറഞ്ഞു, വല്ലതും അറിഞ്ഞായിരുന്നോ, ഇവൻ്റെ ഇന്നലത്തെ ആക്സിഡൻറ്റിൻ്റെ കാര്യം പത്രത്തിൽ വന്നിട്ടുണ്ട്, ഫോട്ടോയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് മറുപടിയായിട്ട് എൻ്റെ അപ്പൻ പത്രത്തിലൊക്കെ ഉണ്ടല്ലേ എന്നുള്ള രീതിയിൽ പുള്ളിയും പറയുകയാണ്. ഇവർ തമാശ പറയുകയാണെന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം എനിക്ക് 5-6 വയസ്സേ പ്രായമുള്ളൂ. ഞാനിരുന്ന് ആലോചിക്കാൻ തുടങ്ങി, ശരിക്കും ഇതെങ്ങനെ പത്രത്തിൽ വരുമോ എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിക്കുകയാണ്. കുറേ നേരം ആലോചിച്ചതിന് ശേഷം ഞാൻ കൺക്ലൂഷനിലെത്തി. ആക്സിഡൻസ് ഒക്കെ വരുമ്പോൾ അത് ആരെങ്കിലും റിപ്പോർട്ട് ചെയ്യും, അതൊക്കെയാണല്ലോ പത്രത്തിൽ വരുന്നത്. ഇത് ചെറുതാണെങ്കിലും ഒരു ആക്സിഡൻ്റ് ആയിരുന്നല്ലോ, ബൈക്കിൽ നിന്ന് വീണതല്ലേ, അപ്പോൾ മിക്കപ്പോഴും അത് പത്രത്തിൽ വന്ന് കാണുമായിരിക്കും. അത് മാത്രമല്ല അതിൻ്റെ അകത്ത് ഫോട്ടോയും കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നത്. എൻ്റെ ഓർമ്മയിൽ ആ കാലത്ത് എൻ്റെ ചെറുപ്പത്തിലെങ്ങാണ്ട് എടുത്ത 2-3 ഫോട്ടോ എങ്ങാണ്ടേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഏത് ഫോട്ടോ ആയിരിക്കും പത്രത്തിൽ വന്നത്, ആരായിരിക്കും ഫോട്ടോ കൊടുത്തത്? ഇനിയിപ്പോൾ രഹസ്യമായിട്ട് ഇന്നലെ രാത്രി വല്ലതും വീട്ടുകാരുടെ കയ്യിൽ നിന്ന് പത്രക്കാർ വന്ന് മേടിച്ചുകൊണ്ട് വല്ലതും പോയതാണോ? എന്നിരുന്നാലും ആക്സിഡൻറ്റിൻ്റെ പേരിലാണെങ്കിലും പേരും ഫോട്ടോയും ഒക്കെ പത്രത്തിൽ വന്നല്ലോ, അതൊന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഇവർക്ക് സംശയം തോന്നാത്ത രീതിയിൽ പതുക്കെ വീട്ടിലെ പത്രം എടുക്കുന്നു. അന്ന് വീട്ടിൽ 2 പത്രങ്ങൾ വരുന്നുണ്ട്, മനോരമയും ഇന്ത്യൻ എക്സ്പ്രസും വരുന്നുണ്ട്. ഞാൻ ആദ്യം മനോരമ മൊത്തം അരിച്ചു പറക്കി, വാർത്തയില്ല. ഇന്ത്യൻ എക്സ്പ്രസ്സിലൊക്കെ ഇത് വരുമോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നെങ്കിൽ കൂടെ ഇനി അഥവാ വന്നാലോ എന്ന് വിചാരിച്ച് പിന്നെ ഞാൻ ആ ഇന്ത്യൻ എക്സ്പ്രസ് മുഴുവൻ അരിച്ചു പറക്കി. അതിനകത്ത് പേരും ഇല്ല, ഫോട്ടോയും ഇല്ല, ഒരു വാഴക്കേ ഇല്ല. അതോടെ ഞാൻ ഭയങ്കര നിരാശനായിട്ടിരിക്കുകയാണ്. കാരണം ഞാൻ ഇപ്പോഴും ഇത് സത്യമാണെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. എന്നാലും പത്രത്തിൽ വന്നെന്ന് പുള്ളി പറഞ്ഞതാണല്ലോ എന്നിങ്ങനെ ആലോചിച്ചപ്പോഴാണ് എനിക്കൊരു കാര്യം കൂടി ഓർമ്മ വന്നത്. എൻ്റെ വീട്ടിൽ മനോരമയും പുള്ളിയുടെ വീട്ടിൽ മാതൃഭൂമിയാണ്. അപ്പോൾ ആ പത്രത്തിലായിരിക്കും വന്നതെന്ന് തോന്നി. നേരെ ഞാൻ പുള്ളിയുടെ വീട്ടിലോട്ട് പോകുന്നു, അവിടുത്തെ മാതൃഭൂമി എടുക്കുന്നു. തുടക്കം മുതൽ അവസാനം വരെയുള്ള എല്ലാ പേജും ചരമക്കോളം വരെ അരിച്ചു പറക്കി. എവിടെയും ന്യൂസും ഇല്ല, ഫോട്ടോയും ഇല്ല. നിരാശനായിട്ട് ഞാൻ തിരിച്ച് പിന്നെയും വീട്ടിൽ വന്നു. എന്നിട്ടും ഇവർ പറഞ്ഞ സത്യമാണെന്നുള്ള രീതിയിൽ ഞാൻ വീണ്ടും ആലോചിക്കുകയാണ്. എന്നാലും അത് പത്രത്തിൽ വന്നതാണെന്നാണല്ലോ പറഞ്ഞതെന്ന് ഇങ്ങനെ ആലോചിച്ച് വീണ്ടും ഞാൻ മറ്റൊരു കൺക്ലൂഷനിലെത്തി. ഇതൊരു ചെറിയ ആക്സിഡൻ്റ് ആണല്ലോ, കാര്യമായിട്ടൊന്നും പറ്റിയതുമില്ലല്ലോ. അപ്പോൾ പിന്നെ വല്ല സായാഹ്ന പത്രത്തിലും ആയിരിക്കും വന്നത്. അങ്ങനെയാണെങ്കിൽ അത് ഇന്നലെ ആയിരിക്കും വന്നത്. ഇന്നിപ്പോൾ ആ സായാഹ്ന പത്രം എവിടെ പോയി ആരോട് ചോദിക്കാനാണ്? വല്ലാത്ത കഷ്ടമായിപ്പോയി. പുള്ളി ഇന്നലെ ആ സായാഹ്ന പത്രത്തിൽ ആ ന്യൂസ് കണ്ട സമയത്ത് ആ പത്രം അതേപടി ഇങ്ങ് എടുത്തുകൊണ്ട് വന്നാൽ മതിയായിരുന്നു. അങ്ങനെ ആയിരുന്നു ആ പത്രം കൈവച്ചിട്ട് അവധി കഴിഞ്ഞ് സ്കൂളിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോയിട്ട് എല്ലാവരെയും കാണിക്കാമായിരുന്നു. ദേ എൻ്റെ പേരും അതുപോലെ തന്നെ ഫോട്ടോയും ഒക്കെ പത്രത്തിൽ വന്നടാ എന്ന് പറഞ്ഞ് കാണിക്കാമായിരുന്നു. ഇതിപ്പോൾ എല്ലാ ചാൻസും നഷ്ടപ്പെട്ടല്ലോ എന്ന് വിചാരിച്ച് വളരെ സങ്കടത്തോടെ ഞാൻ ആ ദിവസം തള്ളി നീക്കി. പിന്നെയും കുറേ കാലം ഞാനിത് സത്യമായിരുന്നു എന്ന് തന്നെയാണ് വിശ്വസിച്ചിരുന്നത്. എന്നാൽ സത്യമൊന്നുമല്ല, പുള്ളി നൈസായിട്ട് തന്നെ ഒന്ന് വലിപ്പിച്ചതായിരുന്നു എന്ന് എനിക്ക് കുറേ കൂടെ കാലം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞിട്ട് നമ്മുടെ പേരും ഫോട്ടോയും ഒക്കെ പത്രത്തിൽ വന്നു, അത് വേറെ കാര്യം. ആ കഥയൊക്കെ പിന്നെ പറയാം. ഇപ്പോഴും ഓണമെന്ന് ആലോചിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം ഓടി വരുന്ന ഓർമ്മകളിലൊന്നാണ് അന്നത്തെ എൻ്റെ ആക്സിഡൻറ്റും പിറ്റേ ദിവസത്തെ പത്രം തപ്പലും. എനിവേസ് ആ കഥ അങ്ങനെ പോട്ടെ. അടുത്തൊരാഴ്ചയൊക്കെ ആയി വരുമ്പോൾ ഞാൻ ചുമ്മാ ഇങ്ങനെ ഒന്ന് ആലോചിച്ചപ്പോഴാണ് ഓർമ്മ വന്നത് സെപ്റ്റംബർ 5 എന്ന് പറയുന്നത് ടീച്ചേഴ്സ് ഡേ ആണ്. ഈ ടീച്ചേഴ്സ് ഡേ എന്ന് പറയുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ഓർമ്മയിലുണ്ട്. കാരണം എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട്. ഞാൻ കുറേ കാലം ടീച്ചറായിരുന്നു. അപ്പോൾ ടീച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പഠിപ്പിച്ചും ഒക്കെ എനിക്ക് ഇഷ്ടം പോലെ ഓർമ്മകളുണ്ട്. അതിലൊരു ഓർമ്മ ഇനി ഞാൻ വരുമ്പോൾ നിങ്ങളടുത്ത് പറയാം. So till we meet again, this is your neighbor Mallu Ajay Sharan signing off.